ഞങ്ങളുടെ സഭാസ്ഥാപകനായ ബഹുമാനപ്പെട്ട അബ്രഹാം കൈപ്പുള്ളാക്കൽ അച്ഛൻ്റെ 10ാം ചരമവാർഷികമാണ്. ഞങ്ങളിൽ നിന്നും അച്ഛൻ കടന്നുപോയെങ്കിലും അച്ഛനെപ്പറ്റി ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ നൽകിയതിന് ശേഷമാണ് അച്ഛൻ കടന്നുപോയത്. കാരുണ്യ ജീവിതത്തിൻ്റെ, കാരുണ്യ പ്രവൃത്തിയുടെ ഒരു ജീവിതം. അതുമാത്രമല്ല, അത് സ്നേഹഗിരി എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപനത്തിലൂടെ ലോക അന്ത്യം വരെ നിലനിൽക്കുവാൻ അച്ഛൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കർമ്മയോഗിയാണ് ഞങ്ങളുടെ അച്ഛനെ കണ്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് അച്ഛൻ സ്നേഹഗിരി എന്ന സ്ഥാപനം സ്ഥാപിക്കുന്നത്. പാലായുടെ തെരുവുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാം, പാവപ്പെട്ട കുട്ടികളെ, അവരുടെ കണ്ണുനീരുകളെ കണ്ടുകൊണ്ട് അച്ഛൻ ബോയ്സ് ടൗൺ എന്നൊരു സ്ഥാപനം സ്ഥാപിച്ചു. അതിന് പാരലായി അതോടൊപ്പം തന്നെ ഗേൾസ് ടൗൺ എന്ന സ്ഥാപനം പെൺകുട്ടികൾക്കായി സ്ഥാപിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും സ്ഥാപിച്ചു. അച്ഛൻ അന്ന് സ്ഥാപിക്കുമ്പോൾ വെറും കൈയോടെ ഒന്നുമില്ലാത്തവനായിട്ടാണ് ഞങ്ങളുടെ സന്യാസിനി സമൂഹം മാത്രമല്ല അന്നത്തെ സ്ഥാപനങ്ങളും അച്ഛൻ സ്ഥാപിച്ചത്. പക്ഷേ അച്ഛൻ്റെ ദൈവാശ്രയ ബോധം ഞങ്ങളെ തളർത്താതെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. അച്ഛൻ്റെ വായിൽ നിന്നും വചനങ്ങൾ കേൾക്കുവാനും അച്ഛൻ്റെ ജീവിതം കണ്ടനുഭവിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ നന്മ പ്രവൃത്തിയുടെ, കാരുണ്യ പ്രവൃത്തിയുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായ അനുഭവമുള്ള ഒരു കാര്യമാണ്. പരിശീലന കാലഘട്ടമായിരുന്നപ്പോൾ അച്ഛൻ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഒരു ജീപ്പ് കൊണ്ടുവന്ന് മഠത്തിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് അതിൻ്റെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അപ്പം കാരണന്മാർ സമ്മാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്തെങ്കിലും മധുരപലഹാരമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഓടി വരുമ്പോൾ ആ ജീപ്പിൻ്റെ പുറകിൽ നിന്നും അച്ഛൻ ഒരു അവശയായ, ശരിക്കും നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദേഹത്തുണ്ടായിരുന്നു, തല മുഴുവൻ പേനരിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്തിപഞ്ചരമായ ഒരു സ്ത്രീയെ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ അമ്മച്ചി എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക, കൊണ്ട് കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുക എന്ന്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ സന്യാസ പരിശീലന ആരംഭത്തിൽ തന്നെ സമ്മാനമായി അച്ഛൻ ഞങ്ങൾക്ക് നൽകിയത്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഈ 54-55 വർഷങ്ങളോളം ഞങ്ങൾ ഈ സന്യാസിനി സമൂഹം സ്ഥാപിച്ചിട്ടായി ഞങ്ങൾ ഇന്നും തുടർന്നുകൊണ്ട് പോകുന്ന ഞങ്ങളുടെ ഈ ജീവികാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനവും മാതൃകയും വഴിയും വഴികാട്ടിയും എല്ലാം ഞങ്ങളുടെ അച്ഛനായിരുന്നു. ഇത് ഞങ്ങൾക്ക് സമ്മാനമായി തന്നത് ഈ പാവങ്ങളെയാണ്. അച്ഛൻ്റെ ഒരു ആപ്തവാക്യമുണ്ടായിരുന്നു, മക്കളെ, പാവങ്ങളെ മറക്കരുത്, ദൈവത്തിൻ്റെ കുദാശയാണ് പാവങ്ങളെന്ന്. ഞങ്ങളുടെ വിവിധങ്ങളായ സ്ഥാപനങ്ങളിലൂടെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കാലാകാലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ കൂടി വളർന്ന് വലുതായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധ രീതികളിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ വൈദികരായും സന്യസ്തരായും വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച് ജീവിക്കുന്ന മറ്റ് ജോലിക്കാരായും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മക്കളാണ് അവരെന്നൊക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ അവശത അനുഭവിക്കുന്ന, മാനസിക വൈകല്യമുള്ള, ശാരീരിക വൈകല്യമുള്ള 50,000-ത്തിലധികം ആൾക്കാരെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പല പ്രൊവിൻസുകളിലാണ് സ്ഥാപനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് സഭ വളർന്നപ്പോൾ 3 പ്രൊവിൻസുകളായി ഞങ്ങളുടെ സഭ വളർന്നു. അതിൻ്റെ എല്ലാ ശാഖകളിലും ഞങ്ങൾക്ക് നിർബന്ധമായി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളത് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ ഞങ്ങൾ പാലിച്ചുകൊണ്ടും പോകുന്നുണ്ട്. ഒപ്പം അച്ഛൻ്റെ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്ഥാപിച്ച ഈ സ്ഥാപനങ്ങൾ എങ്ങനെ നടന്നുകൊണ്ട് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു മറുപടി ഇതാണ്, ഞങ്ങൾക്ക് സ്വന്തമായി സ്കൂളുകളോ കോളേജുകളോ മറ്റ് വരുമാന മാർഗങ്ങളായ ഹോസ്പിറ്റലുകളോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അന്ന് അച്ഛൻ ആരംഭിച്ചപ്പോൾ സന്മനസ്സുകളായ ധാരാളം നല്ല വ്യക്തികൾ ഈ അച്ഛൻ്റെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാനും സഹായിക്കാനുമൊക്കെ സഹായിച്ചവരുണ്ട്. അവരുടെ തലമുറകൾ ഇന്നും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലുള്ള നല്ലവരായ
സുമനസ്സുകളുടെ നന്മ മാത്രമാണെന്ന് ഈ സമയം ഞാൻ ഒന്ന് ഓർക്കുകയാണ്, പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ സ്വന്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അച്ഛൻ ബോയ്സ് ടൗണിൽ ആരംഭകാലങ്ങളിൽ താമസിച്ച സമയത്ത് തൊട്ടടുത്തുള്ള വൃദ്ധന്മാരായ അപ്പച്ചന്മാരുടെ ദയാഭവൻ എന്ന സ്ഥാപനത്തിൽ പോയി അച്ഛൻ വ്യക്തിപരമായി കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നത് വ്യക്തമായി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ സന്യാസ ദേവുളിയുടെ ഒരു മാർഗദർശനം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സന്യാസ ജീവിതത്തിൻ്റെ സ്നേഹഗിരിയുടെ ഒരു അടിസ്ഥാന ശിലയായിട്ട് ഞങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഈ അനുഭവങ്ങളൊക്കെയാണ്. അതായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ആ അച്ഛൻ്റെ 10ാം മരണവാർഷിക ദിവസത്തിൽ അച്ഛൻ മരിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അച്ഛൻ ഞങ്ങൾക്ക് കാണിച്ചെന്ന പ്രവർത്തനങ്ങളിലൂടെ അച്ഛൻ ഞങ്ങളോട് ആയിരുന്ന കാലഘട്ടങ്ങളിലെ നല്ല ഓർമ്മകളിലൂടെയൊക്കെ ഞങ്ങളിന്നും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം അച്ഛന് ഏറ്റവും ആഗ്രഹമുള്ളതായിരുന്നു പാപങ്ങളോട് കൂടെ എനിക്ക് ജീവിക്കണം, അവരുടെ കൂടെ എനിക്ക് മരിക്കണം, അവരുടെ കൂടെ എനിക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെ അച്ഛൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിനാണ് അച്ഛൻ ദേവദാൻ സെൻ്റർ എന്ന ഒരു അപ്പച്ചന്മാർക്കുള്ളൊരു സ്ഥാപനത്തിലാണ് അച്ഛൻ അവസാന കാലഘട്ടങ്ങളിൽ ജീവിച്ചത്. അവിടെ ജീവിച്ച് അവരുടെ കൂടെ അവർക്ക് വേണ്ടി ബലി അർപ്പിച്ച് അവരുടെ കൂടെ ജീവിച്ച് അവരിൽ ഒരുവനായി ജീവിച്ച് മരിച്ചതാണ് ഞങ്ങളുടെ അച്ഛൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ മാത്രമേ ഉള്ളൂ. സ്നേഹഗിരിയുടെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആതുര ശുശ്രൂഷ മേഖലയുടെ ഈ ചൈതന്യം എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അച്ഛനുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അച്ഛൻ കടന്നു പോയെങ്കിലും അച്ഛൻ്റെ കാലടികളുടെ ശബ്ദം ഞങ്ങൾ എന്നും കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലൂടെ. അപ്പോൾ ഒരു ഓർമ്മ കൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒരപ്പച്ചനോട് ചോദിച്ചു, അച്ഛനെപ്പറ്റി അപ്പച്ചന് എന്നാ പറയാനുള്ളത്? ഒരു ഹൈന്ദവ അപ്പച്ചനായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഓർമ്മ പറയുവാണെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അപ്പച്ചന് എന്നാ ആവശ്യമുള്ളത്, എന്നെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചപ്പോൾ ആ അപ്പച്ചൻ നമ്മുടെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ മടിയിൽ കിടന്നൊന്ന് മരിക്കണമെന്ന്. അന്നേരം അച്ഛൻ തമാശയായിട്ട് ചോദിച്ചു, മരിച്ചിട്ട് നീ അവിടെ ചെന്നിട്ട് എന്നാ പറയാൻ പോകുന്നതെന്ന്. അന്നേരം പറഞ്ഞു, ഞാൻ പറയും, ഞാൻ അച്ഛനെ അറിയുമെന്ന് ഞാൻ ഈശോയോട് പറയുമെന്ന്. ഒരു ഹൈന്ദവൻ്റെ ഒരു ചിന്തയാണത്. അപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്ത എല്ലാ മേഖലകളിലും ഹൈന്ദവരെന്നോ മുസ്ലിംസെന്നോ ക്രിസ്ത്യാനിയെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും അച്ഛൻ നോക്കിയിട്ടില്ല. അതായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങൾ അഭിമാനത്തോടെ ഈ നല്ല നാളത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അച്ഛൻ കടന്നു പോയിട്ടില്ല. അച്ഛൻ വിശുദ്ധനായി പേര് വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധനായിരുന്നു, വിശുദ്ധിയുടെ ജീവിതം നയിച്ചു. അച്ഛൻ്റെ പ്രവൃത്തികളും കാലടികളും എല്ലാം വിശുദ്ധമായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതമാണ് അവനെ വിശുദ്ധനാക്കുന്നത്. അത് അച്ഛൻ ജീവിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചെരുപ്പിടുകയില്ല, അത്രയും സിമ്പിളായിട്ട് ജീവിക്കാൻ. പിന്നെ അച്ഛൻ കിടന്നിരുന്നത് വെറും ഒരു പലക, ഒരാൾക്ക് കിടക്കാവുന്ന പലകയോ ഒറ്റ പലകയിൽ ഒരു കട്ടിലാണ് അച്ഛൻ കിടന്നിരുന്നത്. ഞങ്ങൾ സഭയിൽ ചേരുമ്പോൾ ഞങ്ങളും ചെരുപ്പ് ഉപയോഗിക്കില്ലായിരുന്നു. അത്രയും അച്ഛൻ്റെ അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാലത്തിൻ്റെ വ്യത്യാസം വരുമ്പോൾ കാലങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് എല്ലാം വരുന്നത് കൊണ്ട് ചില മാറ്റങ്ങൾ ഞങ്ങളുടെ സഭയിലും വന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്ന് ഞങ്ങളൊരു അണു പോലും ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന എന്നത് ഒഴിവാക്കാൻ മേലാത്ത ഒരു ഇതായിരുന്നു. ഏത് രോഗാവസ്ഥയിലും അങ്ങേയറ്റം 1-2 വർഷം അച്ഛൻ വയ്യാതെ വീൽ ചെയറിലൊക്കെ ഇരുന്നു. ആ സമയങ്ങളിൽ പോലും അച്ഛന് ടൈം ടേബിൾ വളരെ കൃത്യമായിരുന്നു. 4 മണിക്ക് എഴുന്നേൽക്കുന്നു, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്റേഴ്സ് സഹായം കൊടുക്കുന്നു, നേരെ പുള്ളി എന്നെ പള്ളിയിൽ കൊണ്ടുപോകൂ, കുർബാന ചെല്ലണം എന്നുള്ള ഒരു ശാഠ്യം അച്ഛനുണ്ടായിരുന്നു അവസാന നിമിഷങ്ങളിൽ കൂടുതലായിട്ടും. കാരണം തല്ലേ പറ്റാത്തത് കൊണ്ട് സമയത്തിന് വല്ല കുറവും വന്ന് പോവുകയോ ചെയ്യിക്കാതെ പോകുന്നൊരു പേടി കൊണ്ടാർന്നിരിക്കണം, ഒരു ദുശാഠ്യം പോലെയായിരുന്നു എന്നെ വേഗം പള്ളിയിൽ കൊണ്ടുപോയി എന്നുള്ളൊരു ശാഠ്യം അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അത് സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും ദീപബലി അർപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛന് ആഗ്രഹം, ആ മരിച്ച അന്നും അച്ഛൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് അച്ഛൻ മരിച്ചത്.
ഞങ്ങളുടെ സഭ ആരംഭിക്കുമ്പോൾ അച്ഛൻ ഒന്നുമില്ലാത്തവരെ പോലെ ആരംഭിച്ചതാണ്. നല്ലവരായ നല്ല ആൾക്കാർ, സമ്പന്നരായ ഒരുപാട് ആൾക്കാർ അച്ഛനെ കൈ അഴിഞ്ഞ് സഹായിച്ചു. വിവിധ പ്രദേശങ്ങളിലൊക്കെ, അതായത് ഇവിടെ ഈ പാലായിൽ മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തന്നെ പറയാം. കേരളത്തിന് പുറത്ത് മിഷൻ പ്രദേശങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറു വരുമാനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇപ്പം എങ്ങനെ ഈ സാമ്പത്തികമായിട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ അവരുടെ തലമുറകൾ ഞങ്ങളെ ഇന്ന് സഹായിക്കുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ നല്ലവരായ ഒരുപാട് നല്ല സുമനസ്സുകളുണ്ട്. നമ്മൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അവരുടെ മെച്ചത്തിൽ നിന്നൊന്നും ആയിരിക്കുകയല്ല അവർക്ക് തരിക. അവരുടെ ഇൻറ്റൻഷൻ ആയിരിക്കാം, അല്ല അവരുടെ അച്ഛൻ്റെ പുണ്യം കൊണ്ട് അത് കൊടുത്താൽ അത് പുണ്യമാകുമെന്ന് വിചാരിക്കുന്നതായിരിക്കാം. ഞങ്ങൾ കുന്നുവരെയും ഒരപ്പച്ചനും മരുന്നോ ഭക്ഷണമോ വസ്ത്രമോ കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഒരു ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതും വന്നിട്ടില്ല.